നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിരന്തര കുറ്റവാളിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ഐരാപുര സ്വദേശി മനുവിനെയാണ് ജയിലിലടച്ചത്. വാഴപ്പള്ളി പുളിഞ്ചുവിട് ഭാഗത്ത് യൂസ്ഡ് ഗുഡ്സ് വെഹിക്കിൾ ഷോറൂമിലെ വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ച കേസിലാണ് നടപടി. MVP കനാലുകളിൽ വെള്ളം എത്തിയില്ല. പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കേരള കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി. മാർച്ച് നടത്തിയത് MVP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക്. സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ മാസാചരണം. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ. RTO PU ജയേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ലാബ് തകർന്നു. യാത്രക്കാർ ദുരിതത്തിൽ. മൂവാറ്റുപുഴ കാവുമ്പടി റോഡിലാണ് അപകട ഭീഷണി. അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. അപകട സാധ്യത ഒഴിവാക്കണമെന്ന് പ്രദേശവാസികൾ. മാറുന്ന സാങ്കേതിക വിദ്യയുമായി കൈകോർത്ത ഫോട്ടോഗ്രാഫർമാർ. മൂവാറ്റുപുഴയിൽ AKPA ഫോട്ടോഗ്രാഫി ശില്പശാല സംഘടിപ്പിച്ചു. കടാതി ഹോട്ടൽ റിവേറിയയിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സംസ്ഥാന സമിതി അംഗം സജി മാർവൽ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ യൂണിറ്റ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയാണ് ആദരിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് PA കബീർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC മൂവാറ്റുപുഴ നഗരസഭാ യൂണിറ്റ് വാർഷികം സംഘടിപ്പിച്ചു. CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുൺ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിരന്തര കുറ്റവാളിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ഐരാപുരം കുഴൂർ കുന്നുകുരുടി ഭാഗത്ത് പാറത്തട്ടയിൽ വീട്ടിൽ മനു 27-നെയാണ് കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. നിരന്തര കുറ്റവാളിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ഐരാപുരം കുഴൂർ കുന്നുകുരുടി പാറത്തട്ടയിൽ മനുവിനെയാണ് കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ മൂവാറ്റുപുഴ വാഴപ്പള്ളി പുളിഞ്ചുവിട് ഭാഗത്ത് മീൻ മാർക്കറ്റിന് സമീപമുള്ള യൂസ്ഡ് ഗുഡ്സ് വെഹിക്കിൾ ഷോറൂമിൽ അതിക്രമിച്ച് കയറി വിൽക്കാനായിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ചതിന് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് നടപടി. റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക G-യാണ് ഉത്തരവിട്ടത്. മൂവാറ്റുപുഴ, കുടുപ്പമ്പടി, കാലടി, അങ്കമാലി, കോടനാട്, പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭവനഭേദനം, മോഷണം, മയക്കുമരുന്ന് തുടങ്ങി നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് മനു. കുന്നത്തുനാട് പോലീസ് ഇൻസ്പെക്ടർ AL അഭിലാഷ്, സബ് ഇൻസ്പെക്ടർമാരായ M അഭിജിത്ത്, KV നിസാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ NP അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KG ജിനീഷ്, സിവിൽ പോലീസ് ഓഫീസർ ധന്യ മുരളി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നഗര റോഡിന് നടുവിൽ സ്വകാര്യ ബസ് ഡ്രൈവറും ഇരുചക്ര വാഹന യാത്രക്കാരനും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. SNDP ജംഗ്ഷനിലാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. മൂവാറ്റുപുഴ നഗരത്തിൽ റോഡിന് നടുവിൽ സ്വകാര്യ ബസ് ഡ്രൈവറും ഇരുചക്ര വാഹന യാത്രക്കാരനും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. മൂവാറ്റുപുഴ കച്ചേരിത്താഴം റോഡിൽ SNDP ജംഗ്ഷനിലാണ് തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസും ഇരുചക്ര വാഹന യാത്രക്കാരനും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. റോഡിന് നടുവിൽ ബസ് നിർത്തിയിട്ട ശേഷം ഡ്രൈവർ ഇറങ്ങി വരികയും ഇരുചക്ര വാഹന യാത്രക്കാരനും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. പ്രകോപന കാരണം വ്യക്തമല്ല. ബസ് റോഡിന് നടുവിലായി നിർത്തിയിട്ടതിനെ തുടർന്ന് ഗതാഗത തടസ്സവും നേരിട്ടിരുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. MVP പദ്ധതിയുടെ കീഴിലുള്ള കനാലുകളിൽ അടിയന്തരമായി വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് മാർച്ചും ധർണയും നടത്തി കേരള കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി. കർഷക സംഘ സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിലുള്ള കനാലുകളിൽ അടിയന്തരമായി വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MVP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. വേനൽ കടുത്തിട്ടും ജലസേചനത്തിനാവശ്യമായ വെള്ളം കിട്ടാത്തതിനാൽ കനാലിനെ മാത്രം ആശ്രയിച്ച് കൃഷിയിറക്കുന്ന കല്ലോട്കാട്, ആയവന, മഞ്ഞളൂർ, ആരക്കുഴ, മാറാടി പഞ്ചായത്തുകളിലെയും മൂവാറ്റുപുഴ നഗരസഭയുടെ പ്രദേശങ്ങളിലെയും കർഷകരുടെ നൂറുകണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങളാണ് കരിഞ്ഞുണങ്ങി കിടക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് കച്ചേരിത്താഴത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് MVP കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ PIP ഓഫീസിന് മുന്നിൽ എത്തിച്ചേരുകയും അവിടെ നടക്കുന്ന ധർണാ സമരത്തിൽ
CPIM-ന്റെ കേരള MBIP ഓഫീസിന് മുന്നിൽ നടത്തുന്ന ധർണയിൽ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. തുടർന്ന് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമടിക്കൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ, MLA ഒരു കോൺഗ്രസ് നേതാവായതുകൊണ്ട് ഈ സമരത്തിൻ്റെ കേന്ദ്ര മുദ്രാവാക്യം അങ്ങേരുടെ പടലിക്ക് ഇരിക്കട്ടെ എന്ന് കരുതി പറയുകയല്ല. അത് പറയല്ല, അതിന് പ്രൊഫഷൻ ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയണ്ട. കാശിന് എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് വല്ല റബ്ബർ ഷീറ്റോ നാളികേരമൊക്കെ വിറ്റ കാശ് രാവിലെ ഇറങ്ങുമ്പോൾ പാക്കറ്റിൽ എടുത്തിട്ടാണെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ടാവും. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ പണമാണ്. ഈ 140 MLA-മാർക്കും അലോക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിലൊരു അംശം നീക്കി വെക്കാനോ ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകാർ ഏതൊരു അടിയന്തര സാഹചര്യത്തിലും അവർക്ക് ചെയ്യാം. ഒരുപക്ഷെ അവർക്കിത് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും എൻ്റെ ചിന്ത. അല്ലെങ്കിൽ ഇവിടെ വന്ന് സമരം ചെയ്യേണ്ട കാര്യമുണ്ട്. ഇവിടെ വന്ന് ഒച്ചപ്പാടില്ലാത്ത നേരം അവിടെ ഒരു അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി കൂടാലോ. അവർ വന്ന് സമരം ചെയ്ത് കർഷകയെന്നല്ല നല്ല കാര്യം. പക്ഷേ ഇങ്ങനൊരു വകുപ്പ് അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അധികാരം അവർക്ക് ജനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ആ കൊടുത്ത ജനങ്ങൾ മഹാഭൂരിപക്ഷം ഈ നാട്ടിലെ കൃഷിക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു ജീവൽ പ്രശ്നം വന്നപ്പോൾ എന്ത് ചെയ്യാം, ഒരു മാതൃകയായി പഞ്ചായത്ത് അവരുടെ അധീനതയിൽ വരുന്ന അത്തരം പ്രദേശത്തെ മെയിൻ്റനൻസ് നടത്തി പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന കനാൽ അറ്റകുറ്റപ്പണികളും കനാലുകളിലെ കാട് വെട്ടിത്തെളിച്ച് ജലമൊഴുക്ക് സുഗമമാക്കുന്ന പ്രവൃത്തിയും സമയബന്ധിതമായി ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ MLA-യും UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തിയിരുന്നില്ലെന്നും അതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നും UDF ജനപ്രതിനിധികളുടെ അതീവ ഗുരുതരമായ വീഴ്ച മറച്ചുവയ്ക്കുന്നതിനും കർഷകരുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടി MLA-യുടെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും കർഷക സംഘം ആരോപിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KN ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, കർഷക സംഘം ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ, ഏരിയ എക്സിക്യൂട്ടീവ് അംഗം KY മനോജ്, ഉഷാ ശശിധരൻ, MK മധു, PB അജിത് കുമാർ, PN സോമൻ, NG ലാലു, KV സുനിൽ, സണ്ണി പൈലി, OA അൻവർ, CH നാസർ, PY മൈദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഗോപി കോട്ടമടിക്കലിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ MVIP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുമായി സംസാരിക്കുകയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി ഫോണിൽ ബന്ധപ്പെട്ട് എത്രയും വേഗം പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തു. റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. RTO PU ജയേഷ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ MVD-യും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ക്യാമ്പ് RTO PU ജയേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷാൽമിയ ജിജി, PRO മാനേജർ എബിൻ ടിൻഡോ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നമുക്കറിയാം കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മൂലം പല സമയത്തും പല റോഡപകടങ്ങളും അതുപോലെ തന്നെ കാഴ്ചക്കുറവ് മൂലമുണ്ടാകുന്ന പല ഇഷ്യൂസും നമ്മൾ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിതീവ്രമായ ലൈറ്റിരിക്കുന്ന സമയത്തോ അതുപോലെ തന്നെ രോഗം ഇഷ്യൂസ് ഉള്ളവർക്കോ മറ്റു പല അസുഖങ്ങളുള്ളവർക്കോ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാത്രികാല ഡ്രൈവിങ്ങിലൊക്കെ പല പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഈ രാത്രി യാത്രകൾ ഭയങ്കര അപകടകരമാണ്. അത് നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള പരിഹാര മാർഗം ചികിത്സകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം റോഡപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വിനോദ്, വിജീഷ് AMV, രാജേഷ്, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MP അനിൽകുമാർ, മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ബിനോ പോൾ, ട്രഷറർ KJ ബെന്നി, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.
അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ കാവുംപടി റോഡിൽ സ്ലാബ് തകർന്നു കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. സ്കൂൾ കുട്ടികളടക്കം നിരവധി കാൽനടയാത്രക്കാരും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. കാവുംപടി കച്ചേരിത്താഴം റോഡിൽ സ്ലാബ് തകർന്നു കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം സെന്റ് മേരീസ് കപ്പേളയോട് ചേർന്നാണ് റോഡരികിലെ സ്ലാബ് തകർന്ന് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നത്. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ സമയം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കാനിയുടെ മുകളിലൂടെ കടന്നു പോയതോടെയാണ് സ്ലാബ് തകർന്നത്. പ്രദേശത്ത് രാത്രി വെളിച്ചം കുറവായതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളടക്കം നിരവധി കാൽനട യാത്രക്കാരും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് സ്ലാബിലും ഇരുമ്പ് കമ്പികളിലും തട്ടി കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതിന് സാധ്യതയേറെയാണ്. മാസങ്ങൾക്ക് മുൻപ് സ്ലാബ് തകർന്ന് കുഴി രൂപപ്പെട്ടിരുന്ന സ്ഥലത്ത് താൽക്കാലികമായി സ്ഥാപിച്ച സ്ലാബാണ് ഇപ്പോൾ കൂടുതൽ അപകട ഭീഷണിയാകുന്നത്. എന്നാൽ അപകട ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദേവാലയങ്ങളും പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന റോഡിലെ അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. AKPA സംസ്ഥാന സമിതി അംഗം സജി മാർവൽ ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫി രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവും ഫോട്ടോഗ്രാഫർമാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കടാതി ഹോട്ടൽ റിവേറിയയിൽ നടന്ന ശില്പശാല AKPA സംസ്ഥാന സമിതി അംഗം സജി മാർവൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രാവശ്യങ്ങളിലും നമുക്കറിയാം, നമ്മുടെ മേഖലകളിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ ഇതുപോലെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് സോണി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത്. ഈ മേഖലയ്ക്കും അതൊരു മുതൽക്കോട്ടാവണം. നമുക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും നമ്മുടെ ക്യാമറയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളൊരു കാര്യത്തോടുകൂടിയാണ് സോണി ഇത്തരമൊരു കാര്യം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മേഖലാ പ്രസിഡന്റ് നജീബ് PP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ടോമി സാഗ, ജില്ലാ ട്രഷറർ ജോമറ്റ് മാനുവൽ എന്നിവർ പ്രസംഗിച്ചു. പ്രമുഖ ക്യാമറ നിർമ്മാതാക്കളായ സോണി കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരായ മുസ്തഫ ബാഷ, ശ്രീലാലസ് എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. ഇത് ക്ലിക്ക് ചെയ്ത്, അതായത് നമ്മൾ ഫോക്കസ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു. ഈ ക്ലിക്ക് ചെയ്ത മൊമെന്റിന് 1 സെക്കൻഡ് മുന്നേ വരെയുള്ള പിക്ചറിനെ ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആക്കും. ഏകദേശം 30 ഫോട്ടോസ് വരെ എന്ത് ചെയ്യണം, ക്യാമറയ്ക്കുള്ളിൽ സേവ് ആക്കാനുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്യണമെന്നില്ല, നമ്മൾ ഫോക്കസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഫോക്കസ് ബട്ടൺ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്യുന്ന മൊമെന്റ് ഇല്ലേ, ക്ലിക്ക് ചെയ്യുന്ന മൊമെന്റിന് 1 സെക്കൻഡ് വരെയുള്ള ഫോട്ടോസ് നമുക്കിതിൽ സേവ് ആയി കിട്ടും. അതിനെ പ്രീ ക്യാപ്ചർ എന്നാണ് പറയുന്നത്. നമ്മളൊരു സാധനം ക്യാപ്ചർ ചെയ്യുന്നതിന് മുന്നേ നടക്കുന്ന ഒരു മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപ്ചർ ചെയ്ത് കിട്ടും. ഈ ഒരു ഓപ്ഷൻ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമറ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ക്യാൻഡിഡൊക്കെ ഷൂട്ട് ചെയ്യുന്നവർ ഷോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് ഫോട്ടോഗ്രാഫിയിൽ ഷൂട്ട് ചെയ്യുന്നവർ ഷോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗുണമുള്ള പരിപാടിയാണ്. കാരണം ജസ്റ്റ് ഒരു മൊമെന്റ് എന്തെങ്കിലും രീതിയിൽ ഒരു മിസ്സായി കഴിഞ്ഞാൽ അതിന് മുന്നുള്ള സംഭവങ്ങൾ കിട്ടും. മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും വാഹനങ്ങളെയും തിരിച്ചറിഞ്ഞ് കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന സബ്ജക്ട് റെക്കഗ്നിഷൻ, കണ്ണിനെ പിന്തുടരുന്ന റിയൽ ടൈം ഐ ഓട്ടോ ഫോക്കസ് എന്നിവയുടെ പ്രവർത്തന രീതികൾ പങ്കെടുത്തവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രകാശ സാഹചര്യങ്ങൾക്കനുസരിച്ച് നോയിസ് കുറയ്ക്കാനും ചിത്രങ്ങളുടെ മിഴിവ് കൂട്ടാനും പ്രോസസറുകൾ എങ്ങനെ സഹായിക്കുന്നുവെന്നും ക്ലാസ്സിൽ വിശദീകരിച്ചു. ഒരു പ്രൊഫഷണൽ മോഡലിന്റെ സഹായത്തോടെ ലൈവ് ഷൂട്ടിംഗ് സെഷനും നടന്നു. ഇത് ഫോട്ടോഗ്രാഫർമാർക്ക് പുതിയ ലെൻസുകളും ലൈറ്റിംഗ് ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനുള്ള അവസരമൊരുക്കി. ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ യൂണിറ്റ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുളവൂർ വനിതാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് PA കബീർ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുളവൂർ വനിതാ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ വിജയലക്ഷ്മി ബാബു അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി വിനു ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. ഏവർക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ. കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC മൂവാറ്റുപുഴ നഗരസഭാ യൂണിറ്റ് വാർഷികം സംഘടിപ്പിച്ചു. CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുൺ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നഗരസഭ കോർപ്പറേഷൻ നിരത്തുകൾ ചീഞ്ഞുനാറാതെ സംരക്ഷിക്കുന്ന നഗരസഭകളിലെ ശുചീകരണ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC മൂവാറ്റുപുഴ നഗരസഭാ യൂണിറ്റ് വാർഷികം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു.
തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. പെരുമ്പല്ലൂർ എട്ടന്നുശ്ശേരിയിൽ ഇഗ്നേഷ്യസ് സെബാസ്റ്റ്യൻ 69 നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 10:30 പെരുമ്പല്ലൂർ വി 10 പിയൂസ് പള്ളിയിൽ നടത്തപ്പെടും. ഭാര്യ ലിസി ഇഗ്നേഷ്യസ്, പാല പയസ് മൗണ്ട് പാമ്പാറ കുടുംബാംഗം. മക്കൾ റെയ്നോൾഡ്, ന്യൂസിലാൻഡ്; ഹരോൾഡ്, മാനേജർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്; മരുമക്കൾ ഹെന്ന റെയ്നോൾഡ്, മലയക്കുടിയിൽ, ന്യൂസിലാൻഡ്; തൊടുപുഴ TG ഹരോൾഡ്, കൊല്ലിയിൽ, കദളിക്കാട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.